ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗംഗാധരനും മാലതിയും കൂടെ വന്ന് നിൽക്കുകയാണ് വീട്ടിൽ. അപ്പോൾ അലീനയ്ക്കാണെന്നുണ്ടെങ്കിലും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, സോറി, നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുകയാണേ. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, ഞാനിവിടുത്തെ വൈജയന്തിയുടെ ആങ്ങളെയാണ് ഗംഗാധരൻ, ഇതെൻ്റെ ഭാര്യ മാലതി എന്ന് പറയട്ടോ. അയ്യോ സോറി കേട്ടോ, എനിക്ക് മനസ്സിലായില്ല, അകത്തേക്ക് കയറുവായോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കാൻ കേട്ടോ. അപ്പോൾ അവർ അകത്തേക്ക് കയറാണ് കേട്ടോ. പക്ഷേ അവർക്ക് തന്നെ സംശയം ഇതാരാണ് എന്നുള്ളത്. അപ്പോൾ ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, കുട്ടി ആരാ, ബാലേന്ദ്രൻ്റെ പെങ്ങളുടെ മോളെങ്ങാനാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അല്ല, ഞാൻ ബാലേന്ദ്ര സാറിൻ്റെ ആരുമല്ല, പിന്നെ ഞാനിവിടുത്തെ മുത്തശ്ശിനെ നോക്കാൻ വന്നതാ, പിന്നെ ഇവിടുത്തെ വീട്ടുജോലി ഞാൻ തന്നെയാണ് ചെയ്യുന്നത് എന്ന് പറയട്ടോ. ഓഹോ, ഞാൻ വിചാരിച്ചു ബാലേന്ദ്രൻ്റെ റിലേറ്റീവ്സ് ആരെങ്കിലും ആയിരിക്കും എന്ന് പറയാനേ. അപ്പോൾ വൈജ ഹോസ്പിറ്റലായിരിക്കും അല്ലേ? അതെ, ദേ മുത്തശ്ശി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ റൂമിലേക്ക് കൊണ്ടുപോകണേ. മുത്തശ്ശി ദേ ആരാ വന്നിരിക്കണമെന്ന് നോക്കിയെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണേ. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ തിരിഞ്ഞു നോക്കുകയാണേ. ഗംഗാധരനെയും മാലതിനെയും കണ്ടതോട് കൂടിയിട്ട് മുത്തശ്ശിക്ക് സന്തോഷം സങ്കടമൊക്കെ ആവുകയാണേ. മുത്തശ്ശി അങ്ങനെ കരയാണ് കേട്ടോ, കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകാണ്. എൻ്റെ മോനെ നീ വന്നാ എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് നീ ഇവിടെ ഇരിക്കടാ എന്ന് പറഞ്ഞപ്പോൾ ഗംഗാധരൻ അവിടെ ഇരിക്കുകയാണ്. എൻ്റെ മോനെ, നീ ഇപ്പോഴെങ്കിലും ഒന്ന് വന്നല്ലോ, എത്ര നാളായിട്ടോ ഒന്ന് കണ്ടിട്ട്, 22ാമത്തെ വയസ്സിൽ എനിക്ക് നഷ്ടപ്പെട്ടതാ എൻ്റെ മോനെ എന്ന് പറയുകയാണേ. അപ്പോൾ മാലതിനോട് പറയുന്നുണ്ട്, എത്ര കാലമായി എൻ്റെ മോനൊന്ന് കണ്ടിട്ട് എന്നൊക്കെ പറയുമ്പോൾ ഗംഗാധരൻ പറയും, അമ്മേ, ഞാൻ എല്ലാ വർഷവും അമ്മനെ കാണാൻ വരാറില്ലേ, അച്ഛൻ മരിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ വന്നിട്ടുണ്ടല്ലേ, എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരുന്നില്ലേ എന്ന് ചോദിക്കും. വർഷത്തിൽ ഒരിക്കൽ വരും. 22 വർഷം മുമ്പ് 22ാമത്തെ വയസ്സിൽ നീ പട്ടാളത്തിൽ ചേർന്നപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കിനി എൻ്റെ മോനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുത്ത് വരുമല്ലോ എന്ന്. പിന്നെ ജോലി ഉപേക്ഷിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ വരുന്നു, അതും ഉണ്ടായില്ല. പിന്നെ വല്ലപ്പോഴൊന്ന് ഒരു പേരിന് വന്ന് കാണും, ഒന്ന് തല കാണിച്ചു പോകും, അത്രയല്ലേ ഉള്ളൂ എന്ന് പറയണേ. അപ്പോൾ അമ്മേനെ പിടിച്ച് കെട്ടിപ്പിടിക്കാൻ കേട്ടോ ഗംഗാധരൻ. അമ്മേ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നില്ല അമ്മേ, അമ്മ എന്തിനിങ്ങനെ വിഷമിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ കേട്ടോ. അമ്മമാർക്ക് അങ്ങനെയാണ്, മക്കളെ എപ്പോഴും അടുത്ത് തന്നെ ഉണ്ടാവുന്നതാണ് ഇഷ്ടം എന്ന് പറയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ തലോട് നോക്കിയിട്ട് കേട്ടോ ഗംഗാധരൻ വലിയ സ്നേഹത്തോട് കൂടിയിട്ടാണ് കേട്ടോ പെരുമാറുന്നത്. അപ്പോൾ പിന്നെ വൈജ ഹോസ്പിറ്റലാണെന്ന് ചോദിക്കും. അമ്മയ്ക്ക് സന്തോഷമല്ലേ, അമ്മ ഇപ്പോൾ നല്ല പൂർണ്ണ ആരോഗ്യമായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ മാലതി പറഞ്ഞു. അതേ ആ പെങ്കച്ചിൻ്റെ ഒരു കഴിവാണ്. എന്നെ നോക്കാൻ വന്നോളില്ലേ അലീന, അവള് കാരണമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയിലല്ലേ ബാലേന്ദ്രൻ്റെ ഈ ഒരു അറ്റാക്കും കാര്യങ്ങളൊക്കെ, ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണേ. അങ്ങനെ അവർ കാപ്പി കുടിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ കാപ്പി ബിസ്ക്കറ്റൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ വേറെ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ കഴിക്കാം, ഇഡ്ഡലിയും ചട്നിയൊക്കെ ഉണ്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ പറയും, വേണ്ട, ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചിട്ടാണ് വന്നതെന്ന് പറയും. അങ്ങനെ അലീനോട് ഓരോരോ കാര്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ അത് മോളുടെ വീട് എവിടെയാണെന്ന് ചോദിക്കും കേട്ടോ. മോൾ എവിടെ നിന്നാണ് വന്നതെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് എവിടെ, കഴക്കൂട്ടത്ത് എന്ന് പറയും കേട്ടോ. അപ്പോൾ മാലതി ഇങ്ങനെ വെറുതെ ഗംഗാധരൻ ഒന്ന് നോക്കുന്നുണ്ട് ആ ഒരു സ്ഥലപ്പേരൊക്കെ കേട്ടപ്പോൾ. കഴക്കൂട്ടത്ത് എവിടെയാ മോളുടെ വീട് എന്ന് ചോദിക്കും കേട്ടോ. വീടല്ല എന്ന് പറയും. അതൊരു ഓർഫനേജോ? അതെ, സ്നേഹനികേതനം എന്ന് പറയും. എന്നിട്ട് അപ്പോൾ ഓർഫനായിട്ടാണോ വളർന്നത്? അതെ, ഓർഫനായിട്ടാണ് വളർന്നതെന്ന് പറയും കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു ഹോം നേഴ്സിൻ്റെ എന്തോ കോഴ്സൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ പഠിപ്പൊക്കെ ഉണ്ടാവുമല്ലേ എന്ന് ചോദിക്കുക. ഞാൻ +2 കഴിഞ്ഞതാണ്, പിന്നെ ഇങ്ങനെ നഴ്സിംഗ് അസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു കോഴ്സ് എടുത്ത് പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയും. അതിന് ശേഷം മാലതി ചോദിക്കുകയാണ്, വൈജയനായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ ഇല്ല, ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ ഗംഗാധരൻ പറയും, അലീന ഇപ്പോൾ നുണ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്കത് അമ്മനോട് ചോദിച്ചാൽ അറിയാവുന്നതേ ഉള്ളൂ എന്ന് പറയും. അപ്പോൾ അലീനൊന്നും ഇടുന്നില്ല കേട്ടോ. അപ്പോൾ ഗംഗാധരൻ പറയുകയാണ്, വൈജയന്തിയും ബാലേന്ദ്രനും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ അതിനൊരു പരിഹാരം കണ്ടെത്തി അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ നോക്കി തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്, അല്ലാതെ ശരിക്കും ഇതൊരു സന്ദർശനം മാത്രമല്ല എന്ന് പറയാണ്. അപ്പോൾ ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ സത്യസന്ധമായിട്ട് മറുപടി പറയണം എന്ന് അലീനയോട് പറയുകയാണേ. അപ്പോൾ അലീന ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ആകെ വിഷമം ആയി പോലെ നിൽക്കുകയാണേ. അപ്പോൾ സത്യം പറയാൻ തന്നെ അലീന തീരുമാനിക്കുകയാണ്. അപ്പോൾ നിന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടോ വൈജയന്തിക്ക് ചോദിക്കുമ്പോൾ, അങ്ങനെ ദേഷ്യം ഒന്നുമില്ല, പക്ഷേ എന്നെ ഇഷ്ടമല്ല എന്ന് പറയും. അങ്ങനെ ഇഷ്ടമല്ലാതിരിക്കാൻ കാരണം എന്താണെന്ന് ചോദിക്കും. അതെനിക്കറിയില്ല ഇഷ്ടമല്ലാതിരിക്കാൻ കാരണം. പിന്നെ ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. ബാലേന്ദ്ര സാറിൻ്റെ പേഴ്സിൽ നിന്ന് കുറച്ച് പണം മിസ്സായി, അത് ഞാനെടുത്താണെന്ന് പറഞ്ഞ് എന്നെ കളിയാക്കി മാഡം. അതുപോലെ മാഡത്തിൻ്റെ ഒരു ഗോൾഡ് റിങ് കാണാതെയായി, അതും ഞാനെടുത്താണെന്നാണ് മാഡം പറഞ്ഞത്. പക്ഷേ അത് രണ്ടും കണ്ടു കിട്ടിയിട്ട് ബാലേന്ദ്ര സാറ് എന്നോട് സോറി പറഞ്ഞു, പക്ഷെ മാഡം സോറി പറഞ്ഞില്ല.
ഒന്നും പറഞ്ഞില്ലേ വൈജയന്തി എന്ന് ചോദിക്കാൻ കേട്ടോ മാലതി. ഇല്ല, സോറി പറഞ്ഞില്ല എന്ന് മാത്രമല്ല, അപ്പോഴും മേഡം എന്നെ കുറ്റപ്പെടുത്താണ് ചെയ്തത്. അപ്പോൾ ബാലേന്ദ്ര സാർ അങ്ങനെയൊന്നും പറയരുതെന്ന് മേഡത്തിനോട് പറയും. അപ്പോൾ അതൊന്നും മേഡത്തിന് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ബാലേന്ദ്രൻ നിന്നോട് അടുത്ത് പെരുമാറുന്നതായിട്ട് വൈജയന്തിക്ക് എങ്ങനെ സംശയം ഉണ്ടോ എന്ന് ചോദിക്കും. സംശയമൊന്നുമില്ല, പക്ഷേ എന്നോട് എതിരെ സോഫ്റ്റായിട്ട് സാറ് പെരുമാറുന്നത് മേഡത്തിന് ഇഷ്ടമല്ല എന്ന് പറയും. പക്ഷേ മനുവേട്ടൻ അങ്ങനെയല്ല, മനുവേട്ടന് നല്ല സ്നേഹത്തിലാണ് എന്നോട് പെരുമാറുന്നത്. അപ്പോൾ ഇവിടെ നിന്നോട് ആർക്കൊക്കെ ഇഷ്ടമുണ്ട്? എന്നോട് മുത്തശ്ശിക്ക്, കൃഷ്ണമോൾക്ക്, ബബിര കാര്യം അറിയില്ല, പിന്നെ മനുവേട്ടൻ, അത്രയേ ഉള്ളൂ എന്ന് പറയും ബാലേന്ദ്ര സാറും. അപ്പോൾ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ എന്ന് ചോദിക്കുകയാണേ. അതെ. അപ്പോൾ ഗംഗാധരന് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടാണ്. അപ്പോൾ മാലതി പറയുന്നുണ്ട്, എന്തായാലും നീ അപ്പോൾ ഇനി ഇവിടുന്ന് ഇത്രയും സഹിച്ച് നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? നിനക്ക് ഇവിടുന്ന് പൊക്കൂടെയും ചോദിക്കും. പോകാൻ തന്നെയാണ് നിൽക്കുന്നത്, ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാറ് തിരുവനന്തപുരത്ത് പോയതിൻ്റെ പിറ്റേ ദിവസം പോകണമെന്നാണ് വിചാരിച്ചത്. അതിൻ്റെ ഇടയിലാണ് സാറിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതുകൊണ്ട് ഞാൻ സാറ് വന്നിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. മതിയായി ഇവിടെ എന്ന് പറയും കേട്ടോ. അപ്പോൾ മാലതിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അലീന അത്രയും നേരത്തെ സംസാരത്തിൽ നിന്ന് മാലതിക്ക് അലീനനെ ഭയങ്കര ഇഷ്ടമാവാണേ. അപ്പോൾ മാലതി പറയാണ്, നീ ഒരു കാര്യം ചെയ്യ്, ഞങ്ങളെ കൂടെ പോന്നോ, ഞങ്ങളെ കൂടെ നിന്നോ എന്ന് പറയട്ടോ, അല്ലേ ഗംഗേട്ടാന്ന് പറയട്ടോ. അപ്പോൾ ഗംഗാധരനും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ അലീന പറയും, വേണ്ട, ഈ ഫാമിലിയുടെ ഒരു ആൾക്കാരുടെ കൂടെ, ഒരു ബന്ധുക്കളുടെ കൂടെ ഞാൻ നിൽക്കില്ല. കാരണം അത്രമാത്രം ഇവരെന്നെ വേദനിപ്പിച്ച് കഴിഞ്ഞു, ഇനി അനുഭവിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സങ്കടത്തോടു കൂടി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അലീന അവിടെ നിന്ന് പോകും. പിന്നെ ഇവർക്ക് റൂം കാണിക്കാൻ പോകുകയാണ് കേട്ടോ. അപ്പോൾ റൂമിലേക്ക് മുകളിലെ ഒരു അപ്സ്റ്റെയറിലുള്ള ഒരു റൂമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഒന്ന് ഉറങ്ങി ഫ്രഷ് ആയതിന് ശേഷം ഹോസ്പിറ്റലിലൊക്കെ പോകാമെന്നാണ് ഇവർ തീരുമാനിക്കുന്നത്. അപ്പോൾ മുറിയിൽ കാണിച്ചു കൊടുത്തതിന് ശേഷം ഗംഗാധരൻ ബാഗ് എടുക്കാനായിട്ട് പോകും. ആ സമയത്ത് അലീനയാണെന്നുണ്ടെങ്കിൽ ബെഡൊക്കെ വിരിച്ച് ക്ലീൻ ചെയ്യാണ് കേട്ടോ. മാലതി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോരോ കാര്യങ്ങൾ മാലതി ചോദിക്കുന്നുണ്ട്. അപ്പോൾ മോള് എത്ര വയസ്സിലാണ് ഓർഫനേജിൽ എത്തിയെന്ന് ചോദിക്കും. പൊടിക്കുഞ്ഞാണെന്നാ മാമി പറഞ്ഞത്. ആരാ അതിൻ്റെ നടത്തിപ്പ് ചെയ്തിരുന്നതെന്ന് ചോദിക്കും കേട്ടോ, ബ്രിജിത്ത മമ്മി. അപ്പോൾ മോളെ അവർ ബന്ധുക്കൾ ഉപേക്ഷിച്ചതാണോ അതോ വളർത്താൻ ഏൽപ്പിച്ചതാണോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അലീന പറയും, വളർത്താനായിട്ട് ഉപേക്ഷിച്ചതാന്ന് പറയും കേട്ടോ. അപ്പോൾ മാലതി ഇങ്ങനെ നോക്കൂട്ടോ. അപ്പോൾ മാലതി പറയുന്നുണ്ട്, പക്ഷേ കുട്ടി നല്ല ഡിസിപ്ലിനുള്ള ആളായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയും കേട്ടോ. നല്ല ഡിസിപ്ലിൻ തന്നെയാണ് ബ്രിജിത്ത മമ്മി ഞങ്ങളെ വളർത്തിയത് എന്ന് പറയും. എങ്ങനെയാണ് അപ്പോൾ ഇവിടെ എത്തിയത് എന്ന് നോക്കും കേട്ടോ. മുത്തശ്ശനാ എന്നെ സെലക്ട് ചെയ്തതെന്ന് പറയും. അപ്പോൾ ഞാൻ മുത്തശ്ശൻ മരിച്ചപ്പോൾ ഒക്കെ വന്നിരുന്നല്ലോ കൊല്ലപ്പള്ളിക്ക്, അന്നൊന്നും കണ്ടില്ലല്ലോ അവിടെ. മുത്തശ്ശൻ മരിച്ചതിന് ശേഷമാണ് ഞാൻ അവിടെ നിന്ന് വന്നതെന്ന് പറയും കേട്ടോ. അപ്പോൾ മാലതിക്ക് കുറച്ച് സംശയങ്ങളൊക്കെ മനസ്സിൽ തോന്നാണേ. എന്നെ അനാഥാലയത്തിൽ ഏൽപ്പിച്ച ആൾക്കാർ ഒരുപാട് പണം കൊടുത്തിട്ടാണ് പോയതെന്ന് പറയും കേട്ടോ. അപ്പോൾ മാലതിക്കാണെന്നുണ്ടെങ്കിൽ സംശയങ്ങൾ കൂടി വരികയാണ്. അപ്പോൾ മാലതി ഇങ്ങനെ ഓരോന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വെക്കുകയാണ് കേട്ടോ, ഓർഫനേജിലത്തെ കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് ബെഡൊക്കെ വിരിച്ചതിന് ശേഷം മാലതി ഇതിനോട് പറയാണ്, ഇനി ഞാൻ താഴത്തോട്ട് പൊക്കോട്ടെ എന്ന് പറയട്ടെ, നിങ്ങൾ റെസ്റ്റ് എടുത്തോളെന്ന് പറയും. അപ്പോഴേക്കും ഗംഗാധരൻ അവിടേക്ക് വരികയാണ്. അപ്പോൾ ഗംഗാധരനോട് മാലതി പറയാണ്, ഗംഗേട്ടാ എനിക്ക് എന്തൊക്കെയോ മിസ്റ്ററീസ് ഉണ്ടല്ലോ ഇതിലും ചോദിക്കുന്നത്. എന്ത് മിസ്റ്ററീസ്? അല്ല, അലീനയെ സെലക്ട് ചെയ്തത് അച്ഛനാണെന്ന് പറയുന്നു, അതിനെന്താ? അല്ല, അച്ഛൻ മരിച്ചതിന് ശേഷമാണ് അലീന ഇവിടെ വന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അമ്മനെ നോക്കാനായിട്ട് അച്ഛൻ ഇത്രയും ദൂരത്തുള്ളൊരു ഹോം നേഴ്സിനെ കണ്ടെത്തിയത് എന്ന് ചോദിക്കുകയാണെ. അത് വല്ല പരസ്യത്തിൽ കണ്ടിട്ടാവും. അതോ പരസ്യത്തിൽ കണ്ട ഇടുക്കിയിലോ കൊല്ലത്തോ ഒന്നും ഇല്ലാത്ത ഹോം നേഴ്സാണോ ഇത്രയും ദൂരത്തുനിന്ന് പോയി കണ്ടെത്തുന്നത്? അതൊന്നും എനിക്കറിയില്ല. തൽക്കാലം നീയൊന്ന് നിവർത്താൻ നോക്ക്. എനിക്കെന്തോ സംശയമുണ്ട്, എന്തൊക്കെയോ ഇതിൽ ഒളിഞ്ഞിരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയട്ടോ. എന്തായാലും ഇന്നത്തെ ഒരു ദിവസം കഴിയട്ടെ, വാ നമുക്ക് എടുക്കാം, കുറച്ച് സമയം കിടന്നതിന് ശേഷം ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോയിട്ട് വരാമെന്ന് പറയട്ടെ. അപ്പോൾ മാലതിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നുകയാണേ. അതിനുശേഷം അവർ കിടക്കുകയാണ്. അപ്പോൾ കിടക്കുന്നതിൻ്റെ ഇടയിൽ മാലതി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്തായാലും ആ കുട്ടി കൊള്ളാം, എനിക്കിഷ്ടമായി, നമുക്ക് ആ കുട്ടീനെ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോകാം ഗംഗേട്ടാന്ന് പറയുകയാണേ. അപ്പോൾ ഗംഗാധരൻ പറയണ പെരകുത്തുമ്പോൾ തന്നെ വാഴ വെട്ടണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. എന്തായാലും ഗംഗേട്ടൻ അലീനയോട് സംസാരിക്കുമെന്ന് പറയും. ഞാൻ സംസാരിക്കില്ല, നീ തന്നെ സംസാരിച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ മാലതി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് കേട്ടോ. പക്ഷേ നാളത്തെ എപ്പിസോഡിൽ പ്രമോ കാണിച്ചിട്ടുള്ളത് മാലതിയും അതുപോലെ ഗംഗാധരനും കൂടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിൻ്റെ സത്യാവസ്ഥ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അപ്പോൾ മാലതി പറയുന്നുണ്ട്, ഈ അച്ഛൻ കഴക്കൂട്ടത്തുള്ള അനാഥാലയത്തിൽ പോയി അലീനനെ ബുക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അതിനുശേഷം അച്ഛൻ മരിച്ചതിന് ശേഷമാണ് ബാലേന്ദ്രനും മനും കൂടി പോയിട്ട് കൊണ്ടുവരുന്നത്. അതിൻ്റെ ഇടയിലൊക്കെ ചെറിയ സംശയങ്ങൾ എനിക്കുണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, അത് സംശയമല്ല, അത് സത്യം തന്നെയാണ്.
അലീനയുടെ വൈജയന്തിയുടെ വീട്ടിൽ ഇപ്പോൾ ഉള്ള അലീന എന്ന് പറയുന്നത് വൈജയന്തി പ്രസവിച്ച് ഉപേക്ഷിച്ച ആ കുഞ്ഞാണ് എന്ന് ഗംഗാധരൻ പറയാൻ കേട്ടോ. അത് കേട്ടിട്ട് മാലതി ആകെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. അതെ, അലീന വൈജയന്തിയുടെ മകളാണെന്നുള്ളൊരു കാര്യം ഗംഗാധരന് മനസ്സിലാവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ഗംഗാധരനും മാലതിയും കൂടിയിട്ട് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് വൈജയന്തിനായിട്ട് തട്ടിക്കയറുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഗംഗാധരനാണെന്നുണ്ടെങ്കിൽ വൈജയന്തിനോട് നല്ല ദേഷ്യത്തിൽ തന്നെയാണ് പെരുമാറുന്നത്. നിൻ്റെ ഓരോ സ്വഭാവത്തിനനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നടന്നതെന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയുന്നത് ബാലേന്ദ്രന് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയട്ടോ. അപ്പോൾ ഗംഗാധരൻ ചോദിക്കും, നീ ശരിയാണോ? ആദ്യം നീ അത് ചിന്തിക്ക്, നീ ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വൈജയന്തി ഇങ്ങനെ ആകെ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരും വാക്കുതർക്കാവുന്നു. പക്ഷെ വൈജയന്തി ആണെന്നുണ്ടെങ്കിൽ വേഗം കരയാണ് കേട്ടോ. കരഞ്ഞ് കണ്ണൊക്കെ തുടച്ച് ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ പോകുന്ന ഭാഗം കൂടെ പ്രമോല് കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.